അബ്ദുൽ ലത്തീഫ് കരിമ്പില എന്ന് പറഞ്ഞിട്ടൊരു സാധനത്തിന് കേട്ടില്ലേ? മൂപ്പരെയായിട്ട് ഇവിടെ വെച്ചിട്ട് സുലൈമാൻ സക്കാഫി ഒരു വീട്ടിൽ വെച്ചിട്ട് ഒരു ചെറിയ ഡയലോഗ് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും കുറച്ചു മുമ്പ്. അപ്പോ അലവി സക്കാഫിന്റെ ചോദ്യം എന്താ ചോദ്യം എന്നറിയോ? ചോദ്യം ഒരു മരിച്ച വീട്ടിൽ ഖുർആൻ വായിക്കലാണോ നല്ലത്, മാതൃഭൂമി, മലയാള മനോരമ, മാധ്യമം പോലെയുള്ള പത്രങ്ങൾ വായിക്കലാണോ നല്ലത്? അപ്പോ വിവരല്ലേലോ. അതുകൊണ്ട് മൂപ്പര മറുപടി എന്തറിയോ? ഖുർആൻ വായിക്കലാണ് നല്ലത്. അച്ചോദ്യം എന്നോടാണ്, ഞാൻ എന്താ പറയോ മാതൃഭൂമി വായിക്കലാണ് നല്ലത്. ക്ഷമിക്കണേ, ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കാതെ എഴുന്നേറ്റ് പോരുത്, ബാക്കിയുടെ കേട്ടോ എന്താ പറയുന്നത്. ആ ചോദ്യം എന്നോടാണ്, ഞാൻ പറയും മാതൃഭൂമി പത്രം വായിക്കലാണ് ഇവിടെ നല്ലത്. ആ ചോദ്യം എന്നോടാണ്, ഞാൻ പറയും മാതൃഭൂമി പത്രം വായിക്കലാണ് ഇവിടെ നല്ലത്. എന്താ ഒരാള് നമ്മളോട് ചോദിക്കാണ്, കക്കൂസിൽ ഖുർആൻ ഓതലാണോ നല്ലത്, മാതൃഭൂമി പത്രം വായിക്കലാണോ നല്ലത് എന്ന് ചോദിച്ചാൽ കരിമ്പിലാക്കൽ ചിലപ്പം പറയായിരിക്കും. നമ്മൾ കരിമ്പിലാക്കലല്ലോ അല്ലേ, നമ്മൾ ഈമാൻ കിട്ടി മരിക്കണം എന്ന് വിചാരിക്കുന്നവരാണല്ലോ. ആ ആളുകൾ മനസ്സിലാക്കുക, നമ്മൾ പറയും ഖുർആൻ വായിക്കല് തെറ്റും, മാതൃഭൂമി വായിക്കല് കുഴപ്പമില്ല. മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഖുർആനിന്റെ ആയത്ത് കീശയിലിട്ട് ബാത്റൂം പോകാൻ പാടില്ല. അവിടെ ഒരുത്തൻ ചോദിക്കാണ്, അവിടെ മാതൃഭൂമി വായിക്കാവോ ഖുർആൻ വായിക്കാവോ എന്ന് വെച്ചാൽ മാതൃഭൂമി വായിക്കാം, ഖുർആൻ വായിച്ചൂടാന്നാ മറുപടി. അതാണ് ആദർശം, അതാണ് ആശയം. മരിച്ചെടുത്ത് ഓതാൻ പാടില്ല, നബി ഓതിയിട്ടില്ല. അപ്പോ മരിച്ച വീട്ടിൽ മാതൃഭൂമി ഓതിയാ കുഴപ്പമില്ല, ഖുർആൻ ഓതിയാ കുഴപ്പ. മരിച്ച വീട്ടിൽ മാതൃഭൂമി ഓതിയാ കുഴപ്പമില്ല, ഖുർആൻ ഓതിയാ കുഴപ്പ. മരിച്ച വീട്ടിൽ മാതൃഭൂമി ഓതിയാ കുഴപ്പമില്ല, ഖുർആൻ ഓതിയാ കുഴപ്പ. അപ്പൊ മുജാഹിദുകളൊക്കെ മരിച്ചെടുക്കൽ കക്കൂസ്